കിച്ചു റിതപ്പനെ കാണാൻ വേണ്ടിയിട്ട് കോട്ടയത്തുള്ള വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ, ഒരു വ്ളോഗ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് കാണാം. സർപ്രൈസ് വിളിച്ചിട്ടൊന്നുമില്ല, വിളിക്കാതൊക്കെയാ വരുന്നത്. സംഭവം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല. വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. എല്ലാരും ചെരുപ്പുണ്ടോ അവിടെ? എല്ലാരും ഉണ്ട്. ഓക്കെ, വീട്ടിലെല്ലാരും ഉണ്ടെങ്കിൽ നിനക്കെന്താ കിച്ചു? അത് നിന്റെ വീടാണ്. നിന്റെ മാത്രല്ല, നിന്റെയും റിതപ്പന്റെയും വീടാണ്. വീട്ടില് പുറത്ത് ചെരുപ്പഴിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയണേ. അപ്പോ സംഭവം ചോദിച്ചു കഴിഞ്ഞാല്, നീയൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങി തരേണ്ടി വരും. ആ ചെരുപ്പ് പോലെ അവരും പുറത്തിരിക്കേണ്ടി വരും. അതാണ് അതിലെ കാര്യങ്ങള്. നീ ആ വീട്ടിൽ പോകാൻ വേണ്ടി നീ പേടിക്കുന്നതിനാ? അത് നിന്റെ വീടാണ്, നിന്റെയും റിതപ്പന്റെയും വീടാണ്. എനിക്ക് ധൈര്യമായിട്ട് പോവാം. അപ്പൊ ഈ വീഡിയോയില് മൊത്തമായിട്ട് ഞാൻ വാച്ച് ചെയ്ത് തരാം. അതിൽ കാണാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല്, റിതപ്പന് മുമ്പത്തെ പോലെ ആ കിച്ചുവിനെ കാണുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റോ അതുപോലുള്ള ഒരു സന്തോഷമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റിതപ്പന്റെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. മുമ്പ് അങ്ങനല്ലായിരുന്നു. മുമ്പ് കിച്ചു വീഡിയോ ചെയ്തപ്പോൾ റിതപ്പൻ ഭയങ്കരമായിട്ട് നല്ലോണം ഹാപ്പി ആയിട്ടുള്ള ഒരു റിതപ്പനെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. പക്ഷെ ഇപ്പോ ഈ വീഡിയോയില് റിതപ്പനെ ഒരു വല്ലാത്തൊരു ഗ്ലൂമി ആയിട്ട്, ഒരു മൂടിയായിട്ടുള്ള റിതപ്പൻ, അത് ആ വീഡിയോയിലും പറയുന്നുണ്ട്. നമുക്ക് കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നമ്മൾ ഒരിക്കലും നമ്മൾ ടെൻഷൻ അടിക്കാൻ പറ്റില്ല. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മള് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഹലോ, സുഖമാണ്. പള്ളിയിൽ പോയോ? വീട്ടില് നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്. റിതപ്പനെ കാണുന്നു. അപ്പോ റിതപ്പൻ ഒരു എക്സൈറ്റ്മെന്റോ സന്തോഷമോ ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നു. അപ്പൊ അത് കിച്ചുവിന്റെ സുഹൃത്തുക്കളും എന്താ റിതപ്പ, എന്താ പറ്റിയ, ഭയങ്കര ഇതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നു. എവിടെയോ രേണുവിനെ കൂട്ടാൻ പോകുന്ന ഇതിലാണോ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോ ഇത് ഈ വ്ളോഗ് എടുത്തത് ഇപ്പോ ഇന്നലെ ആയിരിക്കില്ല. എറണാകുളം എയർപോർട്ടിൽ പോകുന്ന രീതിയിലാണ് നമുക്ക് വീഡിയോ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോ ആ ദുബായിൽ നിന്ന് വരുന്ന സമയത്തായിരിക്കണം ഈ വീഡിയോ എടുത്തിട്ടുണ്ടാവുക കിച്ചു. പിന്നെ എന്ന് പറയുന്നത്, അപ്പോ റിതപ്പൻ ഇങ്ങനെയല്ലായിരുന്നു മുമ്പ്. ഇപ്പം പ്രായമായി വരികയാണ്. വയസ്സ് കുറച്ചായല്ലോ. ഇപ്പൊ എന്തായാലും രേണുവും ശരി, രമ്യയും ശരി, എന്തെങ്കിലുമായിട്ട് ഒരു കാര്യങ്ങള് റിതപ്പന്റെ മനസ്സിലേക്ക് അടിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഇത് ഇങ്ങനെയുള്ളതാണ്, എന്റെ അമ്മയ്ക്കെതിരെ വീഡിയോ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാ. അതുകൊണ്ട് ഒരു വല്ലാത്തൊരു രീതിയിലായിരിക്കാം കിച്ചുവിനെ കാണുന്നത്. അങ്ങനെയാണ് ആ വീഡിയോ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. പിന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ ഈ വീഡിയോയില് റിതപ്പന്റെ മുഖം ഞാൻ കാണിക്കുന്നില്ല. അത് അതിന്റെ ആവശ്യമില്ല. മറ്റേ നമുക്ക് അതിന്റെ ഓഡിയോവും അല്ലെങ്കിൽ കിച്ചുവും മാത്രമുള്ള വീഡിയോ മാത്രം നമുക്ക് കാണിക്കാം. നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെങ്കിൽ കിച്ചുവിന്റെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ അത് കാണിക്കാൻ പറ്റും. പിന്നീട് അവര് റിതപ്പനെയും രമ്യയുടെ 2 മക്കളാണെന്ന് തോന്നുന്നു, 2 മക്കളെയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോകുന്നു. ലുലു മാളിൽ പോകുന്നു. അവിടെ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ദിവസം ഫുള്ളായിട്ട് ഫുഡൊക്കെ കഴിച്ച് ആ ദിവസം ഫുള്ളായിട്ട് ചെലവഴിക്കുന്നു. ഇതാണ് ആ വ്ളോഗിലുള്ളത്. പിന്നെ ലാസ്റ്റാണ് ഇതിന്റെ ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്ന് പറയുന്നത്. നമുക്കത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചു വീട്ടിൽ പോയതിനു ശേഷം നമുക്ക് കാണാം. അപ്പം നമ്മൾ റിതപ്പനെ കൊണ്ടാക്കി തിരിച്ച് ഇതിന്റെ ഇടയ്ക്ക് അപ്പൊ അങ്ങനെ നമ്മൾ റിതപ്പനെ കൊണ്ടാക്കി നമ്മൾ തിരിച്ച് പോകുന്നു. എല്ലാരും ഹാപ്പി. നമ്മളിവിടെ വന്നപ്പോ ആദ്യം റിതപ്പനും ഇവരെല്ലാരും കൂടെ എറണാകുളത്തുള്ള പരിപാടി അമ്മ എന്താ അവിടെ ഉള്ള രീതിയിൽ. അപ്പൊ ആദ്യം ഞങ്ങൾ വിചാരിച്ച് ഇവര് പോവല്ലേ, നടക്കത്തില്ല എന്നുള്ള രീതിയിൽ
എന്തെങ്കിലും കടയിൽ കൊണ്ട് പോയിട്ട് വരാന്നുള്ള ഇതിൽ നിന്ന് പുള്ളി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ഞാൻ നൈസായിട്ട് പപ്പ വിളിച്ചു വെച്ച് വെച്ചപ്പോ പപ്പ ആദ്യം പറഞ്ഞ് നടക്കത്തില്ല, ഇപ്പൊ കണ്ടില്ലേ ആ രീതിയിൽ പൊക്കോ. അപ്പൊ പിന്നെ എന്താ അമ്മയടുത്ത് കണ്ട് ചോദിക്കാൻ പറഞ്ഞ, അങ്ങനെ അമ്മേനെ വിളിച്ച് അമ്മയടുത്ത് ചോദിച്ചപ്പോ അമ്മ കൊണ്ടുപോക്കോളം പറഞ്ഞ, അങ്ങനെ ഞങ്ങള് കൊണ്ടുപോയതാണ്. അങ്ങനെ അവൻ ഹാപ്പിയാന്ന് തോന്നുന്നു. നേരെ വിളിച്ച് ഞങ്ങളെ കൊണ്ടുപോയാ എല്ലാരെയും കൊണ്ട് പിള്ളേരെല്ലാരും ഹാപ്പി ഹാപ്പി. രമ്യ ചേച്ചി വിളിച്ച് എന്റെ പിള്ളേരെ എവിടെ കൊണ്ടുപോകുന്നതാണെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഇനി ഒരുത്തരെ മാത്രമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പണ്ടോട്ട് കാണുന്നതാണെങ്കിൽ ഒരു 3 പേരെ, അപ്പം എനിക്ക് 3 പേരായിട്ടേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ രീതി കൊണ്ടുപോയതാ. അല്ലെ ഈ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ വിളിച്ചോണ്ട് ഇപ്പുണ്ടായിരുന്നു. അവരെ മാത്രമായിട്ട് കൊണ്ടുപോകാൻ തോന്നിയില്ല, കാരണം ഞാൻ എന്തെങ്കിലും സാധനം വാങ്ങിയാലും ഇങ്ങോട്ട് വരുമ്പോ 3 പേർക്കും കൂടെ വാങ്ങുന്ന. അപ്പൊ അവനെ മാത്രം കൊണ്ടുപോകാനായിട്ട് എനിക്ക് തോന്നിയില്ല, കൊണ്ടുപോയതാണ്. പിള്ളേരെല്ലാം നമുക്ക് നമ്മളെ സ്വന്തം. എന്താ അറിയാ പിള്ളേരെന്ത്. അപ്പം അത്രേ ഉള്ളൂ വീഡിയോ. അപ്പം ഇതൊക്കെ നിങ്ങളെന്ന് കാണിക്കാന്നും കൂടെ വിചാരിച്ചു. അപ്പം താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. അപ്പോ ഇതാണ് സംഭവം. അതായത് ലാസ്റ്റ് പറയുന്ന ഡയലോഗ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മയെ വിളിച്ചു, അമ്മ കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അതില് രേണുവിനെ അപ്രിഷിയേറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് രേണുവിനും ചെയ്യണം, കിച്ചുവിനെയും അപ്രീഷിയേറ്റ് ചെയ്യണം. കിച്ചു ഇപ്പോഴും അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്, അങ്ങനെ തന്നെ വിളിക്കട്ടെ, അതിൽ മാറ്റമൊന്നും വേണ്ട. എന്നൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും അങ്ങനെ തന്നെ വിളിക്കട്ടെ. അവര് തിരിച്ചു വരുമോ, നല്ല രീതിയിൽ തിരിച്ചു വരുമോ എന്ന് നമുക്ക് നോക്കാം. അതേപോലെ രേണുവിനെ വിളിച്ചപ്പോ രേണു ഒക്കെ കുട്ടിയെ കൂട്ടിയിട്ട് ഋത്തവനെ കൂട്ടിയിട്ട് ഒക്കെ പുറത്തേക്ക് പോയിക്കോ എന്ന് സമ്മതിച്ച രീതിയാണ് പറയുന്നത്. പക്ഷെ രമ്യ രേണുവിന്റെ ചേച്ചി എന്റെ 2 മക്കളെയും കൂട്ടിയിട്ട് പുറത്ത് പോകണ്ട എന്ന രീതിയിലാണ് കിച്ചുവിനോട് സംസാരിച്ചത്. അപ്പൊ കിച്ചു പറയുന്നുണ്ട്, പിന്നെ ഞാനെപ്പോഴും 3 പേരെയും കൂട്ടിയിട്ടാണ്, ഒരാളെ മാത്രം കൂട്ടിയിട്ടൊന്നും പുറത്തേക്ക് പോകാറില്ല, എപ്പോഴും 3 പേരെയും കൂട്ടിയിട്ടാണ് പുറത്തേക്ക് പോകാറുള്ളത്. അത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചുവിന്റെ മറ്റേ വീഡിയോ ഉണ്ടല്ലോ, ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ. ആ വീഡിയോയില് ഈ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച കാര്യം പറഞ്ഞിട്ട്, അപ്പോ ഈ അളിയനും ഉണ്ടായിരുന്നുള്ള കാര്യം, അതായത് രമ്യന്റെ ഭർത്താവ് ഉണ്ടായിരുന്നുള്ള കാര്യം പറഞ്ഞത് ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നു. അപ്പൊ ആ ഒരു പ്രശ്നം എന്തായാലും രമ്യയുടെ മനസ്സിലുണ്ടാവാം, ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നുള്ളത്. അതിന്റെ ഒരു ദേഷ്യം കൊണ്ടായിരിക്കാം എന്റെ കുട്ടികളെ കൂട്ടിയിട്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ രേണു അതൊന്നും പറഞ്ഞില്ല. രേണു ഒക്കെ കൂട്ടിയിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ആ വ്ളോഗിലുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഋതപ്പന്റെ കാര്യമാണ്. ഋതപ്പൻ എന്ന് പറഞ്ഞത് ഇപ്പൊ ഒരു ലോൺലി ഫീലിംഗ് എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം കിച്ചു എന്ന് പറഞ്ഞാൽ വീട്ടിലില്ല, രേണു ആണെങ്കിൽ വീട്ടിലില്ല. ഇപ്പം അച്ഛൻ മരിച്ചു, അമ്മയാണെങ്കിൽ ഫുൾ ബിസി ആയിട്ട് പോവാണ്. അപ്പോ ആ ഒരു മാതൃത്വത്തിന്റെയും അച്ഛന്റെയും വല്ലാത്തൊരു മിസ്സിങ് ഈ ചെറിയ വയസ്സിൽ തന്നെ ഋതപ്പനും അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിനാണ് ഈ വീഡിയോ ഋതപ്പന്റെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കിച്ചു മുമ്പേ അനുഭവിച്ചത്, അതായത് സുധിയുടെ ആദ്യത്തെ ഭാര്യ കിച്ചുവിനെയും സുധിയെ ഒഴിവാക്കിയിട്ട് വേറെ ആളുടെ കൂടെ പോയി എന്നാണ് കിച്ചു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള അച്ഛന്റെ സ്നേഹം മാത്രം അറിഞ്ഞിട്ട് വളരുന്ന പോലെയാണ് കിച്ചുണ. പക്ഷെ ഇപ്പൊ ഋതപ്പനെ ഇപ്പം അച്ഛനും ഇല്ല, അമ്മയും കിട്ടാനില്ല, അങ്ങനത്തെ സ്ഥിതിയാണ് ഇട്ടത്. അപ്പോ കിച്ചു ഇടക്കിടക്ക് പോയിട്ട് ഋതപ്പനെ ഒന്ന് ഫ്രഷപ്പ് ചെയ്യട്ടെ. രേണുവിന്റെ മാക്സിമം സമയം എന്നല്ല, സമയം ഇല്ലാതിരിക്കാം, എന്നാലും കുറച്ച് സമയം ഋതപ്പന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം വയസ്സായി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവന്റെ കാര്യങ്ങൾ അവൻ തീരുമാനിക്കട്ടെ. കിച്ചുവിന്റെ കാര്യമാണെങ്കിൽ കിച്ചു ഒരു മോശമില്ലാത്ത രീതിയിൽ പാടുന്നുണ്ട്. ആ പാട്ട് എന്ന രീതിയിൽ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ വ്ളോഗുമായിട്ട് മുന്നോട്ട് പോകുക. ഈ വ്ളോഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ കോൺട്രവേഴ്സി ഒക്കെ ഉള്ളതുകൊണ്ടാണ് അതിനൊക്കെ വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോ ആ ലൈഫ് സ്റ്റോറിക്ക് 1 മില്യൺ വ്യൂസ് വരെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു ബർത്ത്ഡേ വ്ളോഗ് വന്നിട്ടായിരുന്നു, അതിന് അത്രക്കുള്ള റീച്ച് ഇല്ല. അതേപോലെ ഈ വീഡിയോക്ക് എന്തായാലും റീച്ച് ഉണ്ടാവും. ഇങ്ങനെയുള്ള കോൺട്രവേഴ്സി കാര്യങ്ങൾ വരുമ്പോഴാണ് ആ പേജും ആ വീഡിയോയും റീച്ച് ആകുക. അല്ലാതെ നോർമൽ ആയിട്ടുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ റീച്ച് ആകാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് മേഖലകള് പാട്ടാണ് ഇഷ്ടമെങ്കിൽ പാട്ടിന്റെ മേഖലയിൽ അതിൽ ട്രെയിനിങ് ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങളിലേക്ക് പോവാം. ഋതപ്പന് പ്രായപൂർത്തി കഴിഞ്ഞാൽ ഋതപ്പന്റെ എന്താണ് അവന്റെ ഇഷ്ടങ്ങൾ നോക്കിയിട്ട് മുന്നോട്ട് എന്തായാലും കഴിവില്ലാതെ നിൽക്കില്ലല്ലോ. സുധിയുടെ ചോരയാണല്ലോ.
എന്തായാലും എന്തെങ്കിലും ഒരു കഴിവ് ഉണ്ടാവും, സംസാരിക്കുന്ന ഇതിലോ അല്ലെങ്കിൽ ആക്ടിങ്ങിലോ അല്ലെങ്കിൽ കോമഡി അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കഴിവായിട്ടുണ്ടാവും. അതിന്റെ രീതിയിൽ പോവുക. കുട്ടികളുടെ ഭാവി നന്നായിട്ട് നോക്കുക. ഇതാണ് പറയാനുള്ളത്. ഇനിയും കിച്ചുവിന്റെ ഭാഗത്തു നിന്നുള്ള വ്ളോഗുകൾ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന് രേണു പ്രതികരിക്കുന്നു ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇത്രയും ചാറ്റ് ലീക്കായതിന്റെ കാര്യത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും രേണു അതിനെ കുറിച്ചിട്ടൊന്നും ഒന്നുപോലും ഇതുവരെ റിയാക്ട് ചെയ്തിട്ടൊന്നുമില്ല. അതിന്റെ വേറെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഈ കമന്റ്സ് ബോക്സിൽ പിന്നെ ഓക്കെ നേരിട്ട് മീറ്റ് ചെയ്യാം, എന്താണ് കോഫി കുടി, സമയം ചെലവഴിക്കല് അങ്ങനെയൊക്കെ ചെയ്യാം, അതൊക്കെ എന്നെ മാനേജറോട് കോണ്ടാക്ട് ചെയ്തു എന്നുള്ളത് ഒരു കമന്റ്സ് ഇട്ടുന്ന കുറച്ച് യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്തായിരുന്നു. അത് എന്ന് പറയുന്നത് ഈ സാധനം മറക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ചാറ്റ് ലീക്ക് ആയല്ലോ, അതിനെ മറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോയിൽ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.